എന്നോട് ക്ഷമിക്കണോട്ടോ. കഠിന പ്രയത്നത്തിന് മറികടക്കാൻ ഒന്നിനും ആവില്ല. എന്തുപറ്റി? എന്തിങ്ങനെ കുരക്കുന്നേ? അവൻ നിന്നെ നാറുന്നുണ്ടെന്ന് പറയുകയാണ്. സീരിയസ് ആയിട്ടും ഭയങ്കര നാറ്റം. ഓ ശരിയാ, നിന്റെ പാന്റ് കേറിയിരിക്കുന്നു. എവിടെ? ഓ ശരിയാ, ഞാനത് ശ്രദ്ധിച്ചതേ ഇല്ല. നീ അത് കുറച്ചു കഴിയുമ്പോ കൊണ്ടുവന്നാ മതി, ഞാൻ തയ്ച്ചു തരാം. അതെയോ? ശരിക്കും? നീ അത് കാര്യമായിട്ടാണ് പറഞ്ഞത്? നീ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും അത്. ശരി ശരി, ഇത്ര അധികം ഫീലിങ്സ് ഒന്നും വേണ്ട. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്താ ചെയ്തത്? ഒരിക്കലില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ നിന്റെ കൈയുടെ ഉള്ളിൽ നിന്ന് വന്നു നിൽക്കുന്ന കൈപ്പത്തികളെ കുറിച്ച് എന്ത് പറയുന്നു? ഒരു മിനിറ്റ്, എന്താ അത്? ഇത് എങ്ങനത്തെ ജന്തുവാണ്? അതൊരു പ്രാണി ഒന്നുമല്ല, അതൊരു ചെറിയ മൃഗമാണ്. എനിക്ക് എന്തെങ്കിലൊക്കെ സംഭവിക്കുന്നേ? സാധാരണ നമുക്ക് വഴി അറിയാത്തപ്പോ നമ്മൾ ആരോടന്നെ വഴി ചോദിക്കാം? നിങ്ങൾ ആരും ആൻബയെ കുറിച്ചുള്ള ഇതിഹാസത്തെ കുറിച്ച് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. നീ ഇതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ഷിസോനെ? ക്ഷമിക്കണം, വല്ല നാടോടി കഥയുമാണോ? ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോ ആ മണ്ടൻ ജറായ അതിനെ കുറിച്ച് പഠിക്കാനാണെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് കയറി പോവുകയുണ്ടായി. നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടല്ലേ അവിടെ ഒരു ആൻബയുണ്ടെന്ന്? നിനക്ക് എന്തറിയാനാ പരദൂഷണം പറയുന്നവളെ? ഞാൻ പരദൂഷണൊന്നും പറയാറില്ല. മാത്രല്ല ആൻബ എന്ന് പറഞ്ഞൊരു സാധനവും ഇല്ല. ഓഹോ, നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ? അതേടെ മണ്ട, എനിക്ക്. എന്നിട്ട് ബ്രഹ്മൻ സന്യാസി അതിലൊന്നിനെ കണ്ടെത്തിയോ ഇല്ലയോ? അവനൊരു നുണയനാണ്. ഞാൻ എന്തീ കാണുന്നത്? കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ്. അത് കണ്ടിട്ട് നിന്റേതുപോലെ തന്നെ ഉണ്ടടാ മണ്ട. കുട്ടികൾ കൊണ്ടുനടക്കാവുന്ന കുടുക്കയാണ്. അവരെങ്ങനെയാണ് വളർത്തുന്നത്? ഇതിഹാസത്തിൽ പറയുന്നത് ആൻബയുടെ കുഞ്ഞുങ്ങൾ അതാദ്യം കാണുന്ന ജീവിയെ തന്റെ അമ്മയായി കാണുമെന്നാണ്. അവര് പൂർണ്ണമായി വളരുന്നതുവരെ അവർ ഇതേ രീതി തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. ആ വളർച്ച എത്തുന്നതിന് മുൻപ് അവര് രണ്ടുപേരും പിരിക്കാനാവില്ല. ഇതിപ്പോ ഒരു 9 അടി വലിപ്പമുള്ള ഒരു സാധനമാണ്. ഞാനിപ്പോ എന്താ ചെയ്യുന്നേ? ഓ വളരെ നന്ദിയുണ്ട് കൂട്ടുകാരെ, നിങ്ങളുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. സമാധാനം. എന്നോട് അങ്ങ് കൂടിക്കൂടെ? എന്നാ പിന്നെ ഒരു ഫിഷ് കേക്ക് എടുത്തേക്ക്. എടുക്കാം. നിന്റെ ദൗത്യം ഇപ്പോൾ യമബോക്കി ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പർവ്വത കൊള്ളക്കാരിയെ ഒഴിവാക്കുക എന്നതാ. എന്റെ ഗ്രാൻഡ്മ, ഒൻപ് വലുതാവുന്നതുകൊണ്ട് അവനെ ഒഴിവാക്കാനല്ലേ നിങ്ങൾ നോക്കുന്നത്? എന്റെ ഒൻപു, നിന്റെ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നിന്നെ എന്നെ പിരിക്കാമെന്നാണ് അവർ കരുതുന്നെങ്കിൽ അവർക്ക് തെറ്റി. നമ്മളെ കൊള്ളക്കാരെ അടിച്ച് നിലമരിച്ചാക്കണം. എന്നിട്ട് നമ്മുടെ ദൗത്യം നേരത്തെ നമുക്ക് അഭിമാനത്തോടെ ലീഫ് വില്ലേജിലേക്ക് തിരിച്ചു പോകണം. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നിങ്ങൾ കാണുന്നത് നറുട്ടോ, അത് വെറുമൊരു ക്ലോൺ ആയിരുന്നിരിക്കാം. പക്ഷെ എന്റെ ഒൻപുനെ തൊട്ടാൽ അതിന് ഒൻപു മറ്റുള്ളവർ എന്തുവേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ നിന്നെ കൊണ്ട് വില്ലേജിൽ ഒരു അപകടം ഉണ്ടാവാൻ പോകുന്നില്ല. നീ ഞാനും കീബയും അക്കമാരും പോലെ ആയിരിക്കും. നറുട്ടോ ഒൻപു കൂട്ടിയിട്ട്. അതെന്തായിരുന്നത്? നീ പേടിക്കണ്ട ചങ്ങാതി, നമ്മളെ പുറകെ വരുന്നത്. ഞാനതിനെ മോഷ്ടിച്ചതല്ല, ഞാൻ സത്യം പറയുന്നേ. നിനക്ക് ഭ്രാന്താണോ? നീ എന്തേ ചെയ്യുന്നേ? നീ ആകെ തെറ്റിദ്ധരിച്ചിരിക്കോ? ഓൻപു, ഇത് നിന്റെ അമ്മയാണ്. നീ കെട്ടിപ്പിടിക്കാൻ പറ്റാ ചെയ്യേ. എനിക്കെന്താ ഇത്ര കനവില്ലാത്തെ? ഓൻപു, നീ പെട്ടെന്ന് ഒന്ന് നിൽക്കോ. ഓൻപു, ഇത് ഞാനാണ്, മനസ്സിലായി? അതായത് നീ ഞാൻ ഒരു ഷെപ്പിലെ മുത്തുകളല്ലേ? എന്താ ഇത് ഓൻപു, നിനക്ക് ഓർമ്മയില്ലേ? നോക്ക്, നിന്റെ പഴയ ചങ്ങാതി നറുട്ടോ ഉസുമാക്കി നിനക്ക് ഫിഷ് കേക്ക് ഒക്കെ തന്നില്ലേ? ഫിഷ് കേക്ക് നിന്റെ ഫേവറേറ്റ്, ഓർമ്മയില്ലേ? നമ്മൾ എല്ലാവർക്കും ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നേ? നിന്റെ കാര്യം നല്ല സുഖമുണ്ട്. ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കാം. ഇങ്ങനെ ഇതുവരെ എന്നെ ആരും പുറത്തു കൊണ്ടുവന്നിട്ടില്ല.
പോയി വരൂ അൻപു.